ഹലോ കൂട്ടുകാരെ, അപ്പോൾ അതിരാവിലെ തന്നെ എല്ലാം ഒരുങ്ങി സെറ്റപ്പായി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു അമ്പല ദർശനമാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ തന്നെ കനാലൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെള്ളം കനാലിൽ ഒട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കിണറുകളൊക്കെ വറ്റി വറ്റി തുടങ്ങുമായിരുന്നു. അപ്പം ഇപ്പം കനാൽ തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടിട്ട് നേരെ നമ്മൾ അടൂരേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന അമ്പലം തൃച്ചേന്നമംഗലം അമ്പലമാണ്. അപ്പോൾ അയ്യപ്പൻ്റെ അടൂരുള്ള അമ്പലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേന്നമ്പള്ളിൽ അമ്പലമാണ് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് അമ്പലത്തിലാണ് ഇന്ന് നമ്മൾ തൊഴാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്തോ കൊടിയേറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഉത്സവ സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ കൂടെ പറയിടാനും ഒക്കെ ആയിട്ട് ചേച്ചി പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും കുഞ്ഞാപ്പയും കൂടെ പോയതാണ്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മളങ്ങനെ അമ്പലത്തിൽ പോയി എന്ന് പറയത്തില്ല, അങ്ങനെ ഒരു പോക്കായിരുന്നു ഇത്. അങ്ങനെ പിന്നെ തിരുമേനി ചന്ദനവും കാര്യങ്ങളൊക്കെ തന്ന് അത് കഴിഞ്ഞ പുറകിന് തന്നെ ചേച്ചി പിന്നെ പറയിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നെല്ലിൻ്റേതും അതുകൊണ്ട് തന്നെ എള്ളിൻ്റെയും പറയാണ് ചേച്ചി ഇട്ടത്. അങ്ങനെ എള്ള് പിന്നെ പ്രസാദമായിട്ട് നമുക്ക് തരുമൊക്കെ ചെയ്ത് അപ്പം നമ്മൾ കുറച്ച് കഴിച്ചിട്ട് പിന്നെ അടുത്ത നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. കുഞ്ഞാപ്പി ഞാനുമൊക്കെ പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോകുന്നത് നമ്മൾ തൃച്ചേന്നമംഗലം അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഒരു വട്ടം ഈ അമ്പലത്തിൽ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് എപ്പോഴോ ആണ് വന്ന, വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ആ സമയത്തൊന്നും ഇത്രയും നല്ല രീതിയിലൊന്നും അമ്പലം വലിയ രീതിയിലൊന്നും പണിഞ്ഞിട്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. പക്ഷേ കുഞ്ഞാപ്പി ചേച്ചിയുടെ കൂടെ 2-3 വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് സ്ഥലവും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. പുള്ളിക്കാരി അങ്ങോട്ടെല്ലാം ഓടിപ്പോകുന്നുണ്ട്. അപ്പം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു തൊഴാതെ ഇത് എവിടോട്ടാണ് ഈ കുഞ്ഞാപ്പി പോകുന്നതെന്നുള്ളത്. പിന്നീടാണ് കുഞ്ഞാപ്പി പോയ സ്ഥലം എവിടെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ പോയി എന്തൊക്കെയോ പെറുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കല്ലെന്തോ അവിടെ നിന്ന് നുള്ളി പെറുക്കുവാണെന്നുള്ളത്. പിന്നാണ് മനസ്സിലായത് മഞ്ചാടിയാണെന്നുള്ളത്. അപ്പോൾ 2-3 വട്ടം ചേച്ചിയുടെ കൂടെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കുന്നിടത്ത് കുറേ മഞ്ചാടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണെന്നുള്ളത് പിന്നാണ് മനസ്സിലായത്. അങ്ങനെ പിന്നെ കുഞ്ഞാപ്പി കുറേ മഞ്ചാടിയൊക്കെ അവിടെ നിന്ന് പെറുക്കിയിട്ടുണ്ട്. താഴെ ഒത്തിരി മഞ്ചാടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് പെറുക്കുന്നുണ്ട്. അതാ എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ അവിടെ വിളക്ക് കത്തിക്കുന്നിടത്തൊക്കെ വെക്കാനായിരിക്കാം. കുഞ്ഞാപ്പിക്ക് ഇത്രയും മഞ്ചാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നും നേരെ തൊഴുത് പിന്നെ അവിടെ ചുറ്റിക്കറങ്ങാൻ ഒത്തിരി അമ്പലങ്ങളുണ്ട്. ആ ചുറ്റിനും കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ തൊഴുതിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.